ഹലോ മക്കളെ, വെൽക്കം ടു ഐഡ്സ് ലേണിംഗ്. നമ്മളിന്ന് +1 കെമിസ്ട്രി ആണ് പഠിക്കാൻ പോകുന്നത്. കെമിസ്ട്രിയിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി, അതും ഹൈഡ്രോ കാർബൺ. ഏതാണ് ചാപ്റ്ററിന്റെ പേര്? ഹൈഡ്രോ കാർബൺ. +1 ബോർഡ് എക്സാം ആണ്. അടിപൊളിയായിട്ട് എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ട് പോകണം. ദാണ്ടെ ഈ വീഡിയോ കണ്ടോ, PCQ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതായത് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങ് മാറ്റി എന്നിട്ട് PCQ എന്നാക്കി. എന്താണ് PCQ? പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. ഒരു ബീറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. Okay guys, come here. നമ്മൾ ഇവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് വുഡ്സ് റിയാക്ഷൻ. WURTZ. വുഡ്സ് റിയാക്ഷൻ ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. നോട്ട് എഴുതി പഠിച്ചേക്കണം. വുഡ്സ് റിയാക്ഷൻ. ഈ വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മീഥൈൽ ബ്രോമൈഡിനെ ഞാൻ എടുക്കുകയാണ് ഗൈസ്. ആൽക്കൈൽ ഹാലൈഡ്, മീഥൈൽ ബ്രോമൈഡ്, ആൽക്കൈൽ ഹാലൈഡ്, മീഥൈൽ ബ്രോമൈഡിനെ എടുത്തു. ഒന്നെടുത്താൽ പറ്റത്തില്ല, രണ്ടെണ്ണം എടുക്കണം. ഇവനെ പോലെ ഒരുത്തരെയും കൂടി എടുക്കുകയാണ്. പക്ഷെ ഞാൻ തിരിച്ചെഴുതുവിടെ. എങ്ങനെ? അയ്യോ, എങ്ങനെ? ഇങ്ങനെ എഴുതും. മനസ്സിലായോ? ഇതും CH3Br, ഇതും CH3Br. ഒന്ന് തിരിച്ച് വച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവന്റെ കൂടെ പ്ലസ് ഇടുമ്പോൾ ആരെയോ ആഡ് ചെയ്യണം. ആരെയാണ് ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മെറ്റാലിക് സോഡിയം. ഒരു സോഡിയം പത്താത്, 2 സോഡിയം ഇങ്ക തേവൈ. 2 സോഡിയം വേണം, ഒരു സോഡിയം പറ്റൂല. എന്തിനാണെന്നല്ലേ വഴിയെ പറയാം മക്കളെ. ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇവിടെ ഒരു കോച്ച് വേണം. കോച്ച് ബിഗിൽ സിനിമയിൽ വിജയ് കോച്ചായിരിക്കുന്നത് പോലെ. അതുപോലെ ഇവിടെ ഡ്രൈ ഈഥർ എന്ന് പറയുന്ന ഒരു കോച്ച് വരണം, ഒരു റിയേജന്റ്. ഇവൻ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഈ ബിഗിൽ സിനിമയിൽ വിജയ് എപ്പോഴെങ്കിലും ഫുട്ബോൾ ഇറങ്ങിയ പിള്ളേരെ കൂടെ കളിച്ചോ? ഇല്ലല്ലോ. അവിടെ നിന്നിട്ട് അങ്ങനെ അടി ഇങ്ങനെ അടി എന്ന് ഡയലോഗ് അടിക്കുകയല്ലേ ഉള്ളൂ. അതുപോലെയാണ് ഈ ഡ്രൈ ഈഥർ. ഇവൻ ഡയറക്റ്റ് ആയിട്ട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കൂല, അങ്ങോട്ട് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയേ ചെയ്യുള്ളൂ. ഇപ്പൊ ரொம்ப മുഖ്യം, കപ്പ് ரொம்ப മുഖ്യം എന്ന് പറയുന്ന പോലെ A+ ரொம்ப മുഖ്യം ബിഗിലേ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഡ്രൈ ഈഥറിന്റെ പ്രസൻസ് വേണം. താണ്ട ഇവിടെ നോക്കിക്കോ. റിയാക്ഷൻ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒരു സോഡിയം ഒരു Br-നെ അടിച്ചോണ്ട് പോകും. രണ്ടാമത്തെ സോഡിയം രണ്ടാമത്തെ Br-നെ ഇങ്ങനെ അടിച്ചെടുത്തോണ്ടിങ് 2 സോഡിയം ബ്രോമൈഡ് ഇറങ്ങി വെളിയിൽ പോകണേ. ഒരു സോഡിയം ഒരു Br-നെ വലിച്ചൂരി അങ്ങ് എടുക്കും. രണ്ടാമത്തെ സോഡിയം രണ്ടാമത്തെ Br-നെ വലിച്ചൂരി അങ്ങ് എടുക്കും. ഇങ്ങനെ എടുത്തങ്ങ് മാറ്റി എന്തോന്ന് ഇറങ്ങി വെളിയിൽ പോയി? സോഡിയം ബ്രോമൈഡ് 2 എണ്ണം ഇറങ്ങിപ്പോയി. ഇനി ബാക്കി എന്തോന്നുണ്ടെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ ആരുണ്ട്? ഒരു CH3 ഇങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങറ്റത്ത് നോക്കിയേ, അവിടെ ആരുണ്ട്? വേറൊരു CH3. ഈ 2 CH3 ഇങ്ങനെ വന്ന് ഒട്ടിച്ചേർന്ന് നമുക്ക് CH3 കിട്ടും. ഇതാണ് സാധനം. മൾട്ടിപ്ലൈ ചെയ്യും. ഒരു CH3-യുമായിട്ട് വന്നവൻ 2ആയിട്ട് മാറും. ഇതാണ് വുഡ്സ് റിയാക്ഷൻ. അതായത് ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ. We should get higher alkane containing twice number of carbon atom. അതാണ് എന്റെ ഡെഫിനിഷൻ. ഒരിക്കൽ കൂടി, ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ വിൽ ഗിവ് ഹയർ ആൽക്കിയേൻ ആണ്, സിംഗിൾ ബോണ്ടാ. ഹയർ ആൽക്കിയേൻ വിച്ച് കണ്ടെയ്നിങ് ട്വൈസ് നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? ദാണ്ട് ഇവിടെ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വേർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ മക്കൾ എങ്ങോട്ട് നോക്കുക. ആൽക്കൈൽ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ മെഗ്നീഷ്യം, മെഗ്നീഷ്യം ഹാലൈഡ്. ദാറ്റ് ഈസ് കോൾഡ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ആൽക്കൈൽ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. ദാറ്റ് ഈസ് കോൾഡ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. മീഥൈൽ, ആൽക്കൈലിന്റെ സ്ഥാനത്ത് മീഥൈൽ മെഗ്നീഷ്യം. എക്സ് എന്ന് പറഞ്ഞ ഹാലൈഡ് അല്ലേ? അതായത് ക്ലോറൈഡ്. മീഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ്. ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് ഈസ് കോൾഡ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. എന്തോന്ന്? ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് ഈസ് കോൾഡ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് വെച്ചൊരു റിയാക്ഷൻ ആണ്. ദാ പിടിച്ചോ മക്കളെ. അതായത് നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ആൽക്കൈൽ CH3 Mg Br-നെ ഞാൻ എടുത്തു.
മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡിനെ ഞാൻ എടുത്തു. ഓക്കെ, ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ മക്കളെ? വെള്ളം H2O അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ആഡ് ചെയ്യണം. വെള്ളം. ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിവിടെ ശ്രദ്ധിച്ചേക്കണേ. വാട്ടർ എന്ന് പറഞ്ഞാൽ ചുമ്മാ അതല്ല മക്കളെ. H2O അല്ലേ? H2O ൽ അത് H+ഉം OH- ഒന്നും ആയിരിക്കും എപ്പോഴും ഇരിക്കുക. H2O 2 ഹൈഡ്രജൻ, അതിൽ ഒരു ഹൈഡ്രജൻ സ്പ്ലിറ്റ് ചെയ്ത് H+ഉം OH- ഒന്നും ആയിരിക്കും ഇരിക്കുക. ഓക്കെ ആണ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, ദാണ്ടെ നോക്കൂ CH3യും Mgയും തമ്മിൽ ഒരു കണക്ഷൻ നിൽക്കുന്നത് കണ്ടോ? അങ്ങോട്ട് വെട്ടണം, കണക്ഷനെ വെട്ടി പറക്കി അങ്ങ് കളയണം. എന്നിട്ട് ഈ H+ ഹൈഡ്രജൻ ഉള്ള സ്ഥലത്ത് അങ്ങ് വരുവടെ. ഒരു H കൂടി എക്സ്ട്രാ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ല, ഇതിനെ ഉണ്ടയിട്ട് മാറ്റി അങ്ങോട്ട് എടുത്ത് പോയി. എന്താണത്? CH4, മീഥേൻ. എന്തോന്ന്? മീഥേൻ കിട്ടി, മീഥേൻ. ഇനി ബാക്കിയിരിക്കുന്ന ഈ OH- പിന്നെ ഇവിടെ അങ്ങ് തള്ളി കയറും. OH- അവിടെ അങ്ങ് കയറിയാൽ അവിടുത്തെ സബ് പ്രോഡക്റ്റ് ആയി എങ്ങനെ എഴുതുമെന്ന് അറിയാവോ? അത് MgOH- ഒക്കെ ഉള്ളതാണ്. ഒരു ബ്രാക്കറ്റ് കിട്ടോ, എന്നിട്ട് Br മറക്കരുത്. Br. ഇതാണ് സാധനം, ഇതാണ് സംഭവം. അതായത് ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡീസ് ഹൈഡ്രോളൈസിസ്. ഹൈഡ്രോളൈസിസ് അല്ല, ഹൈഡ്രോളൈസിസ് എന്ന് വെച്ചാൽ വെള്ളവുമായിട്ട് ആഡ് ചെയ്യണം. ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡീസ് treated with water, we should get alkene. We should get എന്തോന്ന്? Alkene. ഒരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ പിടിച്ചോ. ദാണ്ടെ നോക്കൂ ഒരു എക്സാമ്പിൾ കൂടി. ഇതാ ഇവിടെ നോക്കിക്കോ. CH3, CH2, MgBr. കണ്ടാടേ, ഇത് ആൽക്കൈൽ. ഇപ്പൊ ഇത് ഈഥൈൽ. 2 കോമൺ ആയിട്ട് വന്നു. മെഗ്നീഷ്യം ബ്രോമൈഡ്. ഓക്കെ ആണല്ലോ. ഇതിലേക്ക് നമ്മൾ വെള്ളം അടിക്കണം. H2O അങ്ങോട്ട് ആഡ് ചെയ്യണം. H2O ആഡ് ചെയ്യുമ്പോൾ H2O എങ്ങനെയാണ് ഇരിക്കുന്നത്? H+ഉം OH- ഒന്നും അല്ലേ ഗൈസ്? ഇവിടെ ഈ ബോണ്ട് ഉണ്ടല്ലോ, അതങ്ങോട്ട് ബ്ലിങ്കണം ഗൈസ്. വെട്ടിക്കളയണേ അങ്ങോട്ട്. ആ ബോണ്ടിനെ അങ്ങോട്ട് വെട്ടിക്കളയണം. എന്നിട്ട് ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഹൈഡ്രജൻ ഉള്ള സ്ഥലത്ത് വാ. അതാ വന്നു ഒരു എക്സ്ട്രാ ഹൈഡ്രജൻ. അപ്പൊ ഇതെന്താ? CH3യും CH2വും ഒരു H. അപ്പൊ CH3. നോക്കണേ, CH3 സിംഗിൾ ബോണ്ട്. ഈ ബോണ്ട് പിന്നെ ഇവിടെ ഉള്ളവനും കൂടി CH3. ഇതാ കണ്ടോ? ഈഥിയേൻ ഉണ്ടായി. എന്തോന്നുണ്ടായി? ഈഥിയേൻ ഉണ്ടായി. ഇനി ബാക്കി ഇവിടെ നിൽക്കുന്ന OH- ആണ്. ഇത് ഈ OH- പിടിച്ച് ഇവിടെ കേറ്റുമ്പോ പ്ലസ് അടിച്ചിട്ട് Mg. ഓക്കെ, OH- അങ്ങോട്ട് ബ്രാക്കറ്റ് ഇട്ട് പോയി. എന്നിട്ട് Br കൂടി ചേർത്ത് പോയി. അപ്പൊ ഇവിടെ ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്ത് നമ്മൾ ആൽക്കേനിനെ ഉണ്ടാക്കിയിരിക്കുന്ന. ഡയലോഗ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡീസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ, വി ഷുഡ് ഗെറ്റ് ആൽക്കിയേൻ. പിന്നല്ല. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത് പഠിക്കാൻ പോകുന്ന സാധനം കൂബ്സ് ഇലക്ട്രോളിസിസ് ആണ്. എന്തോന്ന്? കൂബ്സ് ഇലക്ട്രോളിസിസ്. ഞാൻ ഇങ്ങനെയൊക്കെ വിളിക്കും, സ്പെല്ലിംഗ് ഒക്കെ നേരാമണ്ണം എഴുതിയെടുത്ത് പഠിച്ചോളാം. കൂബ്സ് ഇലക്ട്രോളിസിസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. PCQ ആണ് ഗൈസ്. PYQനെ മാറ്റി PCQ ആക്കി. അപ്പൊ എന്തോന്ന് സാധനം? കൂബ്സ് ഇലക്ട്രോളിസിസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചോ കേട്ടോ. സോ ഇവിടെ നോക്കിക്കോ. വെൻ സോഡിയം സാൾട്ട് ഓഫ് ആസിഡ് എന്ന് വെച്ചാൽ CH3COOH എന്ന് പറഞ്ഞാൽ ആസിഡാണ്. അതുകൊണ്ടാത്തവരൊക്കെ ഇപ്പൊ പഠിച്ചോളേ. CH3COOH ആണ് ആസിഡ്. പക്ഷെ സോഡിയം സാൾട്ട് ഓഫ് ആസിഡ് എന്ന് പറയുമ്പോൾ ഈ ഹൈഡ്രജൻ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് കളയൂടെ. എന്നിട്ട് പകരം അവിടെ എല്ലാം പോയിടെ. പകരം അവിടെ സോഡിയത്തിന് വയ്ക്കുന്നത്. ഇതാണ് സോഡിയം സാൾട്ട് ഓഫ് ആസിഡ്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉള്ളതുകൊണ്ട് സോഡിയം സാൾട്ട് ഓഫ് എഥനോയിക് ആസിഡ് എന്ന് വിളിക്കണം. അതുകൊണ്ടാത്തവര് നല്ലപോലെ പഠിച്ചു പോണേ. സോഡിയം സാൾട്ട് ഓഫ് എഥനോയിക് ആസിഡ് എടുത്ത അണ്ടർഗോ ഇലക്ട്രോളിസിസ്. ഇവിടെ ഇലക്ട്രോളിസിസ് എന്ന് നല്ല വൃത്തിക്ക് എഴുതി വെക്കണം. ഇലക്ട്രോളിസിസ്, കറണ്ട് അടുപ്പിക്കണം. സോഡിയം സാൾട്ട് ഓഫ് ആസിഡിനെ എടുത്തിട്ട് കറണ്ട് അടുപ്പിക്കണം. കറണ്ട് അടിക്കുമ്പോൾ എന്ത് പറ്റും മക്കളെ? ഇവിടെ ഉള്ള സോഡിയം ഉണ്ടല്ലോ, ആ സോഡിയം Na+ ആയിട്ടങ്ങ് മാറും. കറണ്ട് അടുപ്പിച്ചു, വലിയ ആനക്കാര്യമൊന്നുമില്ല. ഇപ്പൊ NaCl പിടിച്ച് കറണ്ട് അടുപ്പിച്ചാൽ Na+ഉം ബാക്കിയുള്ള Cl- ആവൂലേ? HCl കറണ്ട് അടുപ്പിച്ചാൽ, കറണ്ട് അടുപ്പിക്കാൻ പറഞ്ഞാൽ ഇലക്ട്രോളിസിസ് ചെയ്താൽ മക്കളെ H+ഉം ബാക്കിയുള്ള Cl- ആവൂടെ.
അതേപോലെയാണ് ഇവിടെയും തിങ്ക് ചെയ്യേണ്ടത്. എന്താണ് തിങ്ക് ചെയ്യേണ്ടത്? ഒന്ന് ഇറൈസ് ചെയ്തോട്ടെ. അപ്പം സോഡിയം സാൾട്ട് ഓഫ് ആസിഡിനെ എടുത്തിട്ട് കറണ്ട് അടുപ്പിക്കുകയാണ്, ഇലക്ട്രോളിസിസ് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യും? സോഡിയം പ്ലസ് ആയി. ബാക്കിയുള്ള ഈ ചെവല കളറിലിരിക്കുന്നവൻ, ചുമ്മാതാണ് കേട്ടോ ഗൈസ്, റെഡ് കളറിലിരിക്കുന്നവൻ ഇത്രയും മൈനസ് ആയിട്ട് മാറും. അതായത് CH3COO മൈനസ്. സെറ്റ് അല്ലേ? സെറ്റെങ്കിൽ സെറ്റ് എന്ന് കമന്റ് ചെയ്യണം. അപ്പൊ കണ്ടല്ലോ, Na പ്ലസും CH3COO മൈനസും കിട്ടി. മക്കളെ ഇതില് ഈ CH3COO മൈനസ് എന്ന് പറയുന്നവൻ ആനോഡിലോട്ട് പോകും. അപ്പൊ ഇവിടെ എഴുതി വൈടെ ആനോടെന്ന് എഴുതി. ഞാൻ ആൻഡെന്നൊക്കെ എഴുതി വെക്കും, നിങ്ങൾ ആൻഡെന്ന് എഴുതരുത്, ആനോടെന്ന് എഴുതണം. ആനോഡിന്റെ ചാർജ് പോസിറ്റീവാണ്. പോസിറ്റീവ് ചാർജ് ഉള്ള ആനോഡിലേക്ക് ഇവൻ വരുവാണേ. ആരാണ് വരുന്നത്? CH3COO മൈനസ് ആനോഡിലേക്ക് പോയി. അപ്പൊ ഇവനെ വിളിക്കേണ്ട പേരാണ് ആനയോൺ. എന്തോന്ന് പേര് വിളിക്കണം? ആനയോൺ. ആനോഡിലേക്ക് പോകുന്ന നെഗറ്റീവ് ചാർജ് ഉള്ളവൻ ആനയോൺ. അപ്പൊ CH3COO മൈനസ് ആനയോൺ. അവൻ എവിടെ വന്നടേ? ആനോഡിലേക്ക് വന്നു. ഇനി ഞാൻ പറയും, ഇവൻ ഒരെണ്ണം വന്നാ പോലെ ഒരുത്തനും കൂടി വരണം. എന്താ? ഒരുത്തനെയും കൂടി അങ്ങോട്ട് ഇടറേ. CH3COO മൈനസ്. നിങ്ങൾ ഇങ്ങനെ പരീക്ഷ എഴുതി കൊടുത്താൽ മതി. അപ്പം 2 പേര് ആനോഡിലോട്ട് വന്നു കേട്ടോ. 2 പേര് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവൂടെ, ആയിരക്കണക്കിന് CH3COO മൈനസ് ഉണ്ടാവും. അതിൽ ഒരുത്തം മാത്രമല്ല 2 പേര് വന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയാമോ മക്കളെ? ദാണ്ട് ഇവിടെ നോക്ക്, ഇവന്മാര് രണ്ടും കൂടി പൊട്ടിച്ച് ഇവിടെ നിന്ന് ഒരുത്ത ഇങ്ങനെ ഇളവി ഇങ്ങനെ വരും, ഇവിടെ നിന്ന് ഒരുത്ത ഇളവിത ഇങ്ങനെ വരും, ഒരുമിക്കും. ഒരിക്കൽ കൂടി ഇവിടെ നിന്ന് ഒരുത്ത ഇളവിത ഇങ്ങനെ വരും, ഇവിടെ നിന്ന് ഒരുത്ത ഇളവിത ഇങ്ങനെ വരും, ഒരുമിക്കും. അങ്ങനെ എന്ത് കിട്ടുമെന്ന് അറിയാമോ? CH3 ആൽക്കിയേൻ will obtain at ആനോഡ്. ആൽക്കിയേൻ will obtain at ആനോഡ്. ബാക്കി ആരൊക്കെ ഉണ്ട് നോക്ക് മക്കളെ, നോക്ക്. ബാക്കി ആരൊക്കെ ഉണ്ട്? COO കാർബൺ ഡയോക്സൈഡ്. വീണ്ടും COO കാർബൺ ഡയോക്സൈഡ്. 2 കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുകയാണ് മക്കളെ. ബാക്കി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്. അങ്ങനെ 2 ഇലക്ട്രോണുകൾ കൂടി അങ്ങോട്ട് ഫ്രീ ആവുകയാണ് മക്കളെ. ഇതാണ് റിയാക്ഷൻ. അപ്പൊ ഈ റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. അപ്പൊ റിയാക്ഷൻ നിങ്ങൾ എഴുതുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയും, ഇത്ര എഴുതിയാൽ മതി അവർക്ക്. CH3 CH3COO Na ഇലക്ട്രോളിസിസ് ചെയ്യണം. ഇലക്ട്രോളിസിസ് എന്ന് ഇവിടെ ഇങ്ങനെ വൃത്തിക്ക് എഴുതി വെക്കണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും? സോഡിയം Na പ്ലസ് ആയിട്ട് മാറും. പ്ലസ് ബാക്കിയുള്ളവൻ ഇവന്മാരെല്ലാം കൂടി പറയടേ CH3COO മൈനസ് ആയിട്ട് മാറും. എന്നിട്ട് ഉടനെ ആനോഡ് എന്ന് എഴുതണം. ആനോഡിലേക്ക് ആര് വരും? നെഗറ്റീവ് ചാർജുള്ള ഇവൻ വരും. അങ്ങനെ അവൻ വരികയാണ്. CH3COO മൈനസ് വന്നു. ഒരു തരം കൂടിയാണ് CH3COO മൈനസ് വന്നു. 2 പേര് വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവനും കൂടി ഒരുമിച്ച് ചേർന്ന് CH3 ഉണ്ടാകും. ആൽക്കേൻ ഉണ്ടായി. ഇനി ഇവൻ COO കാർബൺ ഡയോക്സൈഡ്, COO കാർബൺ ഡയോക്സൈഡ് 2 എണ്ണം. അങ്ങനെ 2CO2 ഉണ്ടാവുകയാണ്. 2 എണ്ണം കാർബൺ ഡയോക്സൈഡ്. ഒരു മൈനസും അടുത്ത മൈനസും കൂടി ചേർന്ന് 2 ഇലക്ട്രോണുകൾ കൂടി പോകും. ദാ ഇങ്ങനെ വരച്ച് വെയ്യുടെ എത്തിയുന്നു. ഇതെവിടെയാണ് നടക്കുന്നത്? ആനോഡിലാണ് നടക്കുന്നത്. അപ്പൊ ഡയലോഗ് കൂപ്സ് ഇലക്ട്രോളിസിസ് എന്നൊരു ഹെഡിങ് കണ്ടാൽ അങ്ങോട്ട് എഴുതി വെക്കണം. when sodium salt of acid undergo electrolysis we should get alkane at anode. ആനോഡിൽ ആൽക്കെയിൻ കിട്ടുമെന്ന്. പൊളിയല്ലേ? അടിപൊളിയല്ലേ? വെറുതെ കേട്ടോണ്ടിരുന്നാ പോരെ. നോട്ട് പ്രിപ്പയർ ചെയ്യണം. PCQ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. BG ഇട്ട് കൊടുക്കണേ. പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ PYQന് പകരം ഇറക്കി വിടുന്നതാണ് PCQ. ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ എടുത്ത് അങ്ങോട്ട് ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ക്യാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും നമ്മുടെ ക്യാഷ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യണമെന്ന് നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള +2 പിള്ളേരുടെ അടുത്ത് പറയണം. പട്ടത്തുള്ള നമ്മുടെ സെന്ററിലും പിന്നെ കാഞ്ഞിരംകുളത്തുള്ള നമ്മുടെ മൗണ്ട് കാർമൽ സ്കൂളിലും വെച്ചിട്ട് നമ്മുടെ ക്രാഷ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. സെറ്റ് അല്ലേ? അടുത്ത PCQ ലില്ലേഴ്സ് കാറ്റലിസ്റ്റ്. പരീക്ഷയ്ക്ക് ലില്ലേഴ്സ് കാറ്റലിസ്റ്റ് എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ മക്കളെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കരുത്. SMB പഠിപ്പിച്ചത് അങ്ങോട്ട് എഴുതി വെക്കണം. എന്താണ് ലില്ലേഴ്സ് കാറ്റലിസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് പലേഡിയം ആൻഡ് ചാർക്കോൾ അഥവാ കാർബൺ. പലേഡിയത്തിന്റെയും കാർബണിന്റെയും മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് ലില്ലേഴ്സ്
കാറ്റലിസ്റ്റ്. ഓക്കെ ആണല്ലോ മക്കളെ, അടിപൊളിയാണല്ലോ. ഇത് എവിടെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കോ, ഒരു ആൾക്ക് ഐൻ എടുക്കണോടെ, ഐനാണ് ഐൻ എന്ന് വെച്ചാൽ രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നവനാണ് ആൾക്ക് ഐൻ. ഇപ്പുറത്തെ കാർബൺ ആറെന്ന് പറയുന്ന ഏതോ ഒരുത്തനുമായിട്ട് കണക്ട് ആയിരിപ്പുണ്ട്, ഇപ്പുറത്തെ കാർബൺ ആർ ഡാഷ് എന്ന് പറയുന്ന ഏതോ ഒരുത്തനുമായിട്ട് കണക്ട് ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ ആണല്ലോ. ദിസ് ആൾക്ക് ഐൻ undergo reduction. Reduction എന്ന് പറഞ്ഞാൽ addition of hydrogen. എന്തോന്ന്? This alkyne undergo reduction. Reduction എന്ന് പറഞ്ഞാൽ addition of hydrogen in the presence of Lindlar's catalyst. ഇങ്ങനെ ഇതിനടുത്ത് ഇവിടെ എഴുതി വെക്കണം, അല്ലെങ്കിൽ പലേഡിയം ബാർ കാർബൺ ഇൻ ദ പ്രസൻസ് ഓഫ് ആര്? Lindlar's catalyst. ഇനി ഇവിടെ നോക്ക്, ഈ കാർബണും ദാണ്ടെ ട്രിപ്പിൾ ബോണ്ട് വെച്ചോണ്ടിരിക്കുകയാണ്. കണ്ടാടെ, 3 ബോണ്ടുകൾ വെച്ചോണ്ടിരിക്കുകയാണ്. ഇതില് മുകളിലുള്ള ഒരു ബോണ്ട് അല്ലെങ്കിൽ താഴെയുള്ള ബോണ്ട് പൊട്ടി ഗേറ്റ് തുറക്കണ പോലെ ഇങ്ങനെ തുറന്നിട്ട് ബാക്കി 2 ബോണ്ട് പൊട്ടൂല. കണ്ടാ, ഇതിങ്ങനെ ഇരിക്കും. ആ ട്രിപ്പിൾ ബോണ്ട്, 2 കാർബണുകൾ തമ്മിലുള്ള ട്രിപ്പിൾ ബോണ്ടിൽ ഒരെണ്ണം പൊട്ടി ഇങ്ങനെ തുറക്കട്ടാ. അപ്പൊ തുറക്കാൻ പോണ്, ബാക്കി ഒന്നിനും ഒരു മാറ്റവും ഇല്ല. യെല്ലോ കളറിൽ ആറ് കാർബൺ, പിന്നെ റെഡ് കളറിൽ പൊട്ടാത്ത 2 ബോണ്ട്, അടുത്ത് കാർബൺ ആർ ഡാഷ്. ഈ റെഡ് കളറിലുള്ള ബോണ്ട് പൊട്ടി ഇങ്ങനെ തുറന്ന് സെറ്റാണ്. പക്ഷേ ലില്ലേഴ്സ് കാറ്റലിസ്റ്റ്, അതായത് പലേഡിയം ബാർ കാർബൺ നമ്മൾ കൊടുക്കുമ്പോൾ സിസ് ആൽക്കീൻ ഉണ്ടാവും. എഴുതി വെച്ചോളണം, എന്തോന്നുണ്ടാവും? സിസ് ആൽക്കീൻ. എന്തോന്ന്? സിസ് ആൽക്കീൻ ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിച്ചോ, ഈ സെയിം സാധനം തന്നെ, പക്ഷെ ഞാൻ എഴുതി കാണിക്കുന്ന രീതി ഇപ്പൊ കണ്ടോ. ഇതിനെ നമുക്ക് അങ്ങോട്ട് എടുത്തോണ്ട് വെക്കാം ഗൈസ്. താണ്ട് ഇവിടെ കണ്ടോളൂ, ഇവനെ മറന്നു പോരുത്. സിസ് ആൽക്കീൻ എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ചാൽ കാർബണും ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. ആറിനെ എടുത്ത് താഴെ വെച്ച് ആർ ഡാഷിനെയും എടുത്ത് താഴെ വെച്ച് 2 ബോണ്ടുകൾ ഇനിയുണ്ട്. അവിടെ ഈ 2 ഹൈഡ്രജനുകൾ വന്നിച്ചേരും. ഈ 2 ഹൈഡ്രജനിൽ ഒരു ഹൈഡ്രജൻ ഇവിടെ വരും, ഒരു ഹൈഡ്രജൻ ഇവിടെ വരും. ഇതാണ് സിസ് ആൽക്കീൻ. സിസ് ആൽക്കീൻ. സെയിം സൈഡിൽ ഹൈഡ്രജൻ വന്നു, സെയിം സൈഡിൽ ഒരേപോലെയുള്ളവൻ വന്നാൽ സിസ് ആൽക്കീൻ ആണ് ഉണ്ടാവുന്നത്. അപ്പം ലില്ലേഴ്സ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് റിഡക്ഷൻ നടത്തുകയാണ്. ആൽക്കൈൻ അണ്ടർഗോ റിഡക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ലില്ലേഴ്സ് കാറ്റലിസ്റ്റ്. വി ഷുഡ് ഗെറ്റ് സിസ്. സെയിം സൈഡില് ഹൈഡ്രജൻ, സെയിം സൈഡിൽ ഒരേപോലെയുള്ളവർ. ഇവിടെ നോക്കണ്ട, സെയിം സൈഡിൽ ഒരേപോലെയുള്ള ഹൈഡ്രജൻ വന്നിരിക്കുകയാണ്. സോ സിസ് ആൽക്കീൻ വിൽ ഒബ്റ്റെയിൻ. ഓക്കെ ആണല്ലോ മക്കളെ. ഒരു കുഞ്ഞു കാര്യം കൂടിയുണ്ട്. ഈ പലേഡിയം ബാർ കാർബണിന് പകരം, അതായത് ലില്ലേഴ്സ് കാറ്റലിസ്റ്റിന് പകരം സോഡിയം ബാർ അമോണിയ ഞാൻ യൂസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. മക്കളെ, ആരും എണീറ്റ് പോകരുത്, ഇവിടെ ശ്രദ്ധിച്ചോണം. ഇവിടെ ഞാൻ ലില്ലേഴ്സ് കാറ്റലിസ്റ്റിനെ ഇറൈസ് ചെയ്തിട്ട് പകരം ഞാൻ സോഡിയം ബാർ ലിക്വിഡ് അമോണിയ വയ്ക്കുകയാണെന്ന് വിചാരിച്ചോ. സോഡിയം ബാർ ലിക്വിഡ് അമോണിയ വെച്ചു. എങ്കിലൊരു കുഞ്ഞു കാര്യമുണ്ട് മക്കളെ, ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ ഹൈഡ്രജന്റെ നേരെ ഓപ്പോസിറ്റ് വരികയും ഈ ആർ ഡാഷ് നേരെ മേളിൽ പോകും. വല്ലത് പിടികിട്ടിയോ? എങ്ങനെ ആർ ഡാഷ് മേലെ പോവും, ഹൈഡ്രജൻ നേരെ താഴെ വരും. ഓപ്പോസിറ്റ് സെയിം ആള് വരും. ഇതാണ് ട്രാൻസ് ഐസോമർ. എങ്കിൽ അതിനെന്ത് പേരാ പറയണ്ടേ? ട്രാൻസ് ഐസോമർ എന്ന് വിളിക്കണം. ഹൈഡ്രജനും ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ആറും ആർ ഡാഷും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. സെയിം ആയിട്ടുള്ളവർ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ് ഐസോമർ. ചുമ്മാത് കിട്ടൂല. ലില്ലേഴ്സ് റിയേജന്റിനെ എടുത്ത് വിളയിൽ കളഞ്ഞിട്ട് സോഡിയം ബാർ ലിക്വിഡ് അമോണിയ വെക്കണം, എങ്കിലേ ഇത് കിട്ടൂ. ട്രാൻസ് ഐസോമർ ഉണ്ടാക്കാനും സിസ് ഐസോമർ ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു. PCQ സെറ്റ് അല്ലേ? അടുത്ത PCQ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗൈസ്. അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ശ്രദ്ധിച്ച് നോക്കണം. ഈ സാധനം കാണും, KOH, താഴെ ALC, ആൽക്കഹോളിക് KOH എന്നുണ്ടായിരിക്കും. എന്തോന്നാ? ആൽക്കഹോളിക് KOH എന്നുണ്ടായിരിക്കും. ഇവിടെ നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ CH3 CH2 Br ഞാൻ എടുത്തു.
ഓക്കെ അല്ലേ? CH3CH2 Br എടുത്തു. മക്കളെ ഞാൻ പറയും Br അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിനെ നിങ്ങൾ ആൽഫ കാർബൺ എന്ന് വിളിക്കണം. ആൽഫ. ഓക്കെ, ആൽഫ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിനെ നിങ്ങൾ ബീറ്റ കാർബൺ എന്ന് വിളിക്കണം. ബീറ്റ. ഓക്കെ അല്ലേ? ഇവൻ ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഇവൻ റിയാക്ട് ചെയ്യുന്നത് KOH വെറും KOH അല്ല, ആൽക്കഹോളിക് KOH എന്ന് അവിടെ ഉണ്ടായിരിക്കും. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ആൻസർ അടിപൊളിയായിട്ട് എഴുതി വെക്കാം ഗൈസ്. ഓക്കെ അല്ലേ? സോ ഇവിടെ നോക്കിക്കോ, ഇവിടെ നടക്കാൻ പോകുന്ന റിയാക്ഷൻ ബീറ്റ എലിമിനേഷൻ എന്ന് വെച്ചാൽ ഈ ബീറ്റ കാർബണില് 3 ഹൈഡ്രജൻ ഉണ്ട്. ബീറ്റ കാർബണിൽ കണ്ടാൽ അറിയാം, ബീറ്റ കാർബണില് 3 ഹൈഡ്രജൻ ഉണ്ട്. അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ, ഇവിടെ നോക്കിക്കോളെ, കണക്കുകൾ ശരിയാവണം, ഒരു ഹൈഡ്രജൻ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടത്തെ OH കൂടി എടുത്തുകൊണ്ട് H2O ആയിട്ട് പോവും. അടിപൊളി 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 അടിപൊളി. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ബാക്കി ഇവിടെ എന്തുണ്ട്? ബാക്കി ഇവിടെ ഉള്ളത് വേറെ ആരുമല്ല, ഒരു CH2 ആ ഉള്ളത്. CH3യിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ഇറങ്ങിപ്പോയില്ലേടേ. അപ്പൊ CH2 ഹൈഡ്രജൻ ഇറങ്ങിപ്പോയ വഴിക്ക് ഒരു കുന്തവും വരും. ഹൈഡ്രജൻ ഇരുന്ന ഒഴിഞ്ഞ കസേരയാണ് ഈ വരച്ച് വെച്ചത്. പിടികിട്ടി കാണും. CH3യിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ഇറങ്ങിപ്പോയി. ആരെ കൂടെ പോയി? OH കൂടെ പോയി. വെള്ളം ഉണ്ടായി. ആ ഹൈഡ്രജൻ പോയ വഴിക്ക് ഒരു ഒഴിഞ്ഞ കസേര വന്നത്. ഇവൻ അതുപോലെ അവിടെ ഉണ്ടേ. ഓക്കെ അല്ലേ? അടുത്ത ആരാ ഉള്ളേ? അടുത്ത CH2 ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ടല്ലോ. അതിന്റെ കൂടെ ആരിപ്പുണ്ട്? ഒരു Br കാണാൻ പറ്റും. അങ്ങോട്ട് വൈ. ഓക്കെ, ഇവിടെ ഉള്ള ഈ Br വേറെ കള്ള എടുക്കട്ടെ. ഇവിടെ ഉള്ള ഈ Br ഇപ്പത്തുള്ള Kയും കൂടി റിയാക്ട് ചെയ്ത് മക്കളെ എവിടെ കൂടിയെങ്കിലും വരട്ടടേ, ഇത് ഇങ്ങനെയൊക്കെ വന്ന് KBr ഇറങ്ങി വെളിയിൽ പോവാണ് മക്കളെ. KBr ഇറങ്ങി വെളിയിൽ പോയി. ഇവിടത്തെ Br-ഉം Kയും കൂടി റിയാക്ട് ചെയ്ത് KBr ഇറങ്ങി വെളിയിൽ പോവാണ് മക്കളെ. Br ഇറങ്ങിപ്പോയില്ലേ? അപ്പൊ ഈ വര ഒഴിഞ്ഞടേ, ഒഴിഞ്ഞ കസേര പോലെ അവ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കൂടെ. ഈ വര ഇങ്ങനെ ഒഴിഞ്ഞ കസേര. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ താഴോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഈ 2 ബോണ്ടുകൾ വീട്ടിലെ ഗേറ്റ് തുറന്നിട്ടേക്കുന്നത് പോലെയാണ്. അങ്ങ് അടച്ചങ്ങ് വെച്ചാൽ മതി, നമ്മുടെ കോമ്പൗണ്ടായി. അതായത് ഈ CH2-ഉം ഈ സിംഗിൾ ബോണ്ടും ഞാൻ അതുപോലെ എഴുതി കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. CH2 ഈ സിംഗിൾ ബോണ്ട് അതുപോലെ ഇട്ടു. അടുത്ത CH2-നെ ഞാൻ എഴുതി. ഈ ബോണ്ടും താഴെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ 2 വരകള് ഒരുമിച്ച് ഇങ്ങനെ അടഞ്ഞ് ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും. അങ്ങനെ എന്ത് കിട്ടി നിങ്ങൾക്ക്? ആൽക്കീൻ കിട്ടുകയാണ്. അത്രയേ ഉള്ളൂ. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് ആൽക്കഹോളിക് KOH will give ആൽക്കീൻ. ആൽക്കീൻ അടയ്ക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. PCQ ആണ് മക്കളെ. PYQസിനെ ഞാൻ മാറ്റി PCQ എന്നാണ് പറയുന്നത്. ഇത് കിടിലമായിട്ട് നിങ്ങൾ എഴുതി പഠിക്കണം. ഇത് പഠിച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത പാർട്ട് വീഡിയോ കൂടി വരും. ബെൻസീന്റെ റിയാക്ഷൻസും എല്ലാം കൂടി വരുന്ന അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. സോ ബി വിത്ത് ഐൻസ് ലേണിംഗ്.